നാദം താൻ കുശവൻ കയ്യിൽ കാളിമണ്ണു പോൽ ഗുരുവേ എന്നെ നൽകിടുന്നേ അൻപിൻ രൂപി യേശുനാഥ നിന്നിഷ്ടം എന്നിഷ്ടമാകാൻ അൻപിൻ രൂപി ഓ നിന്നിഷ്ടം എന്നിഷ്ടമാക്കാ കുരിശിൽ തൂങ്ങി മരിച്ചവനേ എന്നെ തേടി വന്നവനേ അൻപിൻ രൂപിയേ യേശുനാഥ നിൻ എന്നിഷ്ടം. 31-ാമത്തെ സങ്കീർത്തനം വായിക്കുന്നു. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. നീ എന്റെ പാറയും എന്റെ കോട്ടയുമല്ലോ. നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. വിശ്വസ്ത ദൈവമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. അടുത്ത വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. നീ എൻ്റെ അരിഷ്ടതയെ കണ്ട് എൻ്റെ പ്രാണ സങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. ഇന്ന് പകലിൽ നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയിൽ ശരണമാക്കിയിരിക്കുന്ന ഒരു ഭക്തന് ഇന്ന് പകലിൽ സന്തോഷത്തോടെ ധൈര്യത്തോടെ പറയാൻ കഴിയും, അവൻ എൻ്റെ പ്രാണ വീണ്ടെടുത്തിരിക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ എന്തു തന്നെ വന്നാലും, മരണം മുന്നിൽ വന്നാലും, ഹല്ലേലൂയ, എന്റെ ആത്മാവിനെ അവന്റെ കയ്യിൽ ഞാൻ ഭരമേൽപ്പിക്കും. കാര്യം അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് പകലിൽ വിശ്വസ്തനായ ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ കരങ്ങളെ ഉയർത്തി അവൻ സന്തോഷത്തോടെ 3 ഹല്ലേലൂയ നമുക്ക് പറയാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകലിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങ് വിശ്വസ്ത ദൈവമായതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയും. ഞങ്ങളെ അരിഷ്ടതയെ കണ്ടവൻ, ഞങ്ങളുടെ പ്രാണ സങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നവൻ ഇന്ന് പകലിൽ ഞങ്ങളുടെ നടുവിലുള്ളതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാനും കർത്താവിനെ ആരാധിപ്പാനും ലഭിച്ച ഈ അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമായതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ സന്നിധിയിലും ആരാധിപ്പാനും ബലത്തോടെ നമ്മെ കൂട്ടി വരുത്തിയത് കൊണ്ട് ഒരു പ്രാവശ്യം കൂടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ അധികം സമയം എടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ വന്ദനം പറയുന്നു. പ്രത്യേക കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കുര്യൻ വർഗീസ് ആൻഡ് ഫാമിലി, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ Jay is here. I want to take the time and acknowledge them and thank you for your presence. Everybody, those who are here in person and also people, those who are watching us through live, and thank you for being with us, and I welcome you all to the Sharon Fellowship Church of Houston. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ സ്റ്റഡി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കുര്യൻ വർഗീസ് ഇന്ന് പകലിൽ എടുപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. നഫ്താലിയെ പറ്റി കേൾക്കുവാനും ധ്യാനിപ്പാനും ഇന്ന് പകലിൽ കർത്താവ് നമ്മളെ ബലപ്പെടുത്തിയല്ലോ. സ്തോത്രം. അല്പം ഒന്ന് മയങ്ങിയിരിക്കുന്നു എന്ന് കാണുമ്പോൾ യേശു കർത്താവ് നഫ്താലിയിൽ വന്ന് ആ ദേശത്ത് വന്ന് അവരെ ഒന്ന് റിവൈവ് ചെയ്ത് ഒന്ന് ഉണർത്തിയതുപോലെ ഇന്ന് പകലിൽ ഞാൻ വിശ്വസിക്കുന്നു. അല്പം മയക്കമോ ഉറക്കമോ വരുമ്പോഴും ദൈവസാന്നിധ്യം നമ്മുടെ നടുവിൽ അയച്ച് അവൻ നമ്മെ റിവൈവ് ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവൻ നമ്മെ റിന്യൂ ചെയ്യുന്നത്, നമ്മെ പുതുക്കം വരുത്തുന്നവനാണ്. വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ നവീകരണ
കാരണത്താൽ ആമേൻ അവന്റെ പ്രത്യാശയ്ക്കായിട്ട് അവൻ നമ്മെ ഒരുക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നവീകരണം നമ്മിൽ ഉണ്ടാകേണ്ടതിന് ഇന്ന് പകലിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ. ലോകത്തിൽ നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഈ കാലഘട്ടത്തിൽ വളരെ ഭയത്തോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ആമേൻ, സ്തോത്രം. അതിന്റെ നടുവിൽ നമ്മുടെ വിശ്വാസം എത്ര ധൈര്യപ്പെടുത്തണമെന്നും വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കണമെന്നും ആമേൻ സംശയിച്ചു പോകാതെ വിശ്വസിക്കണമെന്നും ആമേൻ വചനം പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മെ തന്നെ ഒന്ന് ഓർപ്പിച്ച് ഉണർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാര്യം ആമേൻ ആമേൻ ലോകത്തിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ അടുത്തുള്ള കേറ്റിയിൽ നടന്ന ഒരു സംഭവം നിങ്ങൾ മീഡിയയിൽ കൂടെ വാച്ച് ചെയ്തതായിരിക്കാം. ആമേൻ, ഹല്ലേലൂയ. ഒരു ബേസ്ബോൾ ഗെയിമിൽ പ്രീ ഗെയിമിൽ ആമേൻ അതിന്റെ കോച്ചിങ് ടൈമിൽ അതിന്റെ കോച്ച് അതിന്റെ മുൻപിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് 3 പേര് യൗവനക്കാർ ആ കോച്ചിന് നേരെ വെടിയുതിർത്തു. Praise the Lord. And he is wounded and he is in the hospital. The news says he will be recovering. Hallelujah. Amen. പ്രാർത്ഥിച്ച കോച്ചിനെതിരെ ആമേൻ ഉതിർത്തെങ്കിൽ ഇന്ന് പകലിൽ ആമേൻ അധൈര്യപ്പെട്ടു പോകാനും ഭയപ്പെട്ടു പോകാനും ഞാൻ പറഞ്ഞതല്ല. ആമേൻ, ഇന്ന് പകലിൽ നാം സേവിക്കുന്ന നമ്മുടെ ദൈവമുണ്ടല്ലോ. ആമേൻ, പ്രതിസന്ധികൾ വരുമെന്ന് അറിഞ്ഞിട്ട് തന്റെ ഭക്തന്മാരോട് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, ആമേൻ ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെട്, ഞാൻ ലോകത്തെ ജയിച്ചവനാ, ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് നമ്മോട് വാക്കു പറഞ്ഞ കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്ന് ഉറപ്പുള്ളവർ ഒരു പ്രാവശ്യം കൂടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സെപ്റ്റംബർ മാസം നമ്മളെ വിട്ടു പോകുകയാ. ഈ ആഴ്ചയിൽ പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ കയറുകയാ. നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തത നാം തിരിച്ചറിയണം. 31-ാമത്തെ സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യമാണ് ആ എൻറ്റയർ സാംസിന്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത്. ആമേൻ. The main verses in that chapter 31 of Psalms is verses 5. Look at that. Jesus is our role model. Amen. Praise the Lord. Let me tell you that Jesus is our role model. Not the YouTube content maker or not. Any people, those who are encouraging you through YouTube, they are not your role model. The real role model that we can follow in this world. Let me encourage you. Let me tell you this morning, that is Jesus Christ. Hallelujah. യേശു കർത്താവ് മാത്രമേ നമുക്ക് പിൻഗമിക്കാൻ കൊള്ളാവുന്ന ഒരുവനുള്ളൂ. സ്വതന്ത്രം പറഞ്ഞേ. Praise the Lord. Hallelujah. ആ യേശു കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി കാണിച്ചു തന്ന ഒരു മാതൃക. തന്റെ 7 മൊഴികളിലെ 7-ാമത്തെ മൊഴിയായ യേശു കർത്താവ് പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞതാ, എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു. അത് നമുക്കൊരു മാതൃകയായിട്ട് കാണിച്ചു തന്നെ. എന്താണെന്നറിയാമോ? നമ്മുടെ ആത്മാവിനെ ഭരമേൽപ്പിക്കാൻ കൊള്ളാവുന്ന ഒരുവനുണ്ടെങ്കിൽ സ്വർഗത്തിലെ പിതാവായ ദൈവമാ. യേശു കർത്താവ് അത് കാണിച്ചു തന്നതാ. എന്നിട്ട് പറയുക, നീ ഭയപ്പെട്ടു പോകണ്ട. മരണം നിന്റെ മുൻപിൽ അടുത്ത നിമിഷം വരുമ്പോഴും അധൈര്യപ്പെട്ടു പോകാതെ പറയണോ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ലോർഡ് യു ആർ മൈ ഡെസ്റ്റിനി. പ്രൈസ് ദി ലോർഡ്. എന്റെ കാലഗതികളെ അറിയുന്ന ഒരുവനുണ്ടെന്ന്. ഇന്ന് പകലിൽ ധൈര്യത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്തിട്ട് പറയണോ, മൈ ഗാഡ്, ഹി നോസ് മൈ destiny. My God, he knows my future. My care is in the hands of the Lord. Come on, how many of you can proclaim this morning, ende naale ennu parayunnathu, ende bhavi ennu parayunnathu, ende andyam ennu parayunnathu ende ദൈവത്തിന് അറിയാം അതിനു മുൻപേ. Praise the Lord. യേശു കർത്താവ് തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്, എന്റെ കരത്തിൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാ, എന്റെ കരത്തിൽ നിന്ന് തട്ടിയെടുക്കുവാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ലെന്ന്. ഇന്ന് പകൽ അതുകൊണ്ട് ധൈര്യത്തോടെ പറയണോ, ഞാനും എന്റെ കുടുംബവും എന്റെ തലമുറയോ അവന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുപ്പാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ആത്മാവിൽ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. 2 കാര്യങ്ങളാണ് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. എന്റെ അരിഷ്ടതയെ കണ്ട ദൈവം, എന്റെ പ്രാണസങ്കടത്തെ അറിയുന്ന ദൈവം. ഇന്ന് പകലിലും നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രാണസങ്കടത്തെ അറിയുന്നവൻ. നാം പോകുന്ന വേദന നമുക്ക് മുൻപേ 2000 വർഷങ്ങൾക്ക് മുൻപേ സ്തോത്രം ആ വേദനയുടെ എത്രമാത്രം അതിന്റെ അറ്റം വരെ ആ വേദന സഹിച്ച ഒരു നല്ല തമ്പുരാൻ നമുക്കുള്ളത് കൊണ്ട് അതിനെ ഓർമ്മിപ്പിക്കുന്ന കർത്താവിന്റെ തിരുമേശ നമ്മുടെ മുൻപിലുണ്ട്. ഇന്ന് പകൽ അതുകൊണ്ട് പറയണം, അപ്പ ഞാൻ ഈ പോകുന്ന വേദനയുണ്ടല്ലോ, നിന്ദയുണ്ടല്ലോ, പരിഹാസമുണ്ടല്ലോ, പ്രതികൂലമുണ്ടല്ലോ,
പീഡയുണ്ടല്ലോ, അതൊന്നും അങ്ങ് അനുഭവിച്ചതിന്റെ 1% പോലും വരത്തില്ല. ഇന്ന് പകലിൽ അങ്ങ് അനുഭവിച്ചത് എനിക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇന്ന് പകലിൽ ധൈര്യത്തോടെ പറഞ്ഞു, ഞാൻ അങ്ങേ ശരണമാക്കുന്നു. ഇന്ന് പകലിൽ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ, ലോർഡ് യു ആർ മൈ റെഫ്യൂജ് ആൻഡ് യു ആർ മൈ കംഫർട്ട്. ഇന്ന് പകലിലെ കർത്താവിനെ ധൈര്യത്തോടെ നമുക്ക് ആരാധിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളെ കർത്താവ് ഇന്ന് പകലിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. Praise the Lord. Hallelujah. Anybody have a prayer request or a praise report? Please raise your hand. Hallelujah. If not, I'm going to call our English worship team to come forward. English worship team, please come forward. If anybody have a prayer request or a praise report, നമുക്കറിയാം